During this COVID situation, we successfully completed term 1, which is exactly 2 months. Now it's winter break. Yay! Over the situation that they have been part of since March. Thank you. Hello? Hello? How are you? Thank you all. Appreciate you coming. I hope you enjoy the rest of the sessions. ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, COVID-19 എന്ന് പറയുന്ന വൈറസിന്റെ വ്യാപനം മൂലം ലോകം തന്നെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മളൊക്കെ കണ്ടുവരുന്നത്. ഈ ഒരു വൈറസിന്റെ വ്യാപനം ഒരുപാട് മേഖലയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി. ഈ ഒരു സമയത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. അതായത് വൈറസിന്റെ വ്യാപനം കൂടി വന്നപ്പോൾ ലോക രാജ്യങ്ങളിൽ തന്നെ ഒരുപാട് സ്കൂളുകൾ അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. സ്കൂളുകൾ അടച്ചിട്ട സമയത്ത് നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ, എഡ്യൂക്കേഷൻ, സ്കൂള് ഇതൊക്കെ ആലോചിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിച്ചത്. ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിഗ് സിസ്റ്റം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യമൊക്കെ അത് ഡൈജസ്റ്റ് ആവാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും നമ്മളും നമ്മുടെ മക്കളും ഏകദേശം അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറാൻ തുടങ്ങി. വൈറസിന്റെ വ്യാപനം ഏകദേശം കുറഞ്ഞു വന്നൊരു ഘട്ടത്തില് ലോകത്ത് പല രാജ്യങ്ങളിലും സ്കൂളുകൾ റീഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്നത് UAE-ലാണ്. ഇവിടെയും സ്കൂളുകൾ ഓപ്പൺ ചെയ്യണമെന്ന് ഗവൺമെന്റ് പറയുന്നതോടൊപ്പം തന്നെ പാരൻസിന്റെ മുന്നിലേക്ക് അവർ 2 ഓപ്ഷനാണ് വെച്ചത്. ഒന്ന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് സ്കൂളിൽ പോയിട്ട് നോർമലായി എങ്ങനെയാണോ പഠിച്ചിരുന്നത് അതുപോലെ തന്നെ പഠിക്കാം. 2 ഓപ്ഷൻ വന്ന സമയത്ത് ഒരു വിഭാഗം പാരൻസിന് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഓൺലൈൻ എഡ്യൂക്കേഷൻ തന്നെ ഈസിയായി ചൂസ് ചെയ്തു. പക്ഷെ മറുവിഭാഗം പാരൻസിന് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു. മക്കളെ സ്കൂളിൽ വിടണമെന്നുണ്ട്, എന്നാൽ വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും പിന്നെ ഉണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട പാരൻസ് ആയിരുന്നു ഞങ്ങൾക്ക് മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. അതിന് ശക്തമായ 2 റീസൺസ് ആണുള്ളത്. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആള് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അവൻ ഏകദേശം ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഇരുത്തുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ളൊരു പ്രാപ്തിയുണ്ട്, സ്വയം പര്യാപ്തനാണ്. പക്ഷെ എൻ്റെ രണ്ടാമത്തെ ചെറുതാണ്. അവനെ ആദ്യമായിട്ടാണ് ഈ ഇയറിൽ സ്കൂളിൽ ചേർക്കുന്നത്. സ്കൂൾ എന്ന് പറയുന്നത് അവന് ഒരു പുതിയ കാഴ്ചയാണ്. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിലാണ് അവന് കൊണ്ടുപോയി ഇരുത്തുന്നത്. സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ അറ്റ്മോസ്ഫിയർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെയോ മുന്നിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. കാരണം ടീച്ചറുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട് ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരുപാട് വലുതായിരുന്നു. അതോടൊപ്പം തന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നം മറുവശത്ത്. പിന്നെ നമ്മൾ പിടിച്ചിരുത്തുന്ന സമയത്ത് അവൻ ഇരിക്കില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എല്ലാം കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഏകദേശം 1 മാസം ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുത്തു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കുട്ടികൾ അവരുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തു പോകുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, ബാക്കിയുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. നാട്ടിലെ പോലെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ ഫാമിലി ആണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ.
ആ ഒരു ലോകത്തിനകത്ത് ഒതുങ്ങി ഒരു ക്യാരക്ടർ ചേഞ്ചിങ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും സ്കൂളിൽ വിടുകയാണ് നല്ലത് എന്നൊരു ചിന്ത കൊണ്ട് നമ്മൾ ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഡോക്ടേഴ്സിനോടൊക്കെ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആ സമയത്ത് നല്ല കമൻസ് ആണ് നമുക്ക് തന്നത്, പോസിറ്റീവായിട്ടുള്ള കമൻസ്. സ്കൂളുകളിൽ വിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവസാനം ഒരുപാട് ടെൻഷനോടെയാണെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ സ്കൂളിൽ തന്നെ വിടാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. സ്കൂളിൽ വിടുന്ന സമയത്ത് നമുക്ക് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നായാലും ഇവിടുത്തെ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്നായാലും ഒരുപാട് നിർദ്ദേശങ്ങൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവർ സ്കൂളിൽ പോയി തുടങ്ങി ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞു. അവരുടെ ഫസ്റ്റ് ടേം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. ഇപ്പോൾ ഇവിടെ വിൻഡോ വെക്കേഷനും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്, കുട്ടികളും ഹാപ്പിയാണ്, പാരൻസ് എന്ന നിലയിൽ ഞങ്ങളും ഹാപ്പിയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഇത്രയും വിലപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്കും കൂടെ പാസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സ്കൂളിലെ കുറച്ച് കാഴ്ചകളും അവർ നമുക്ക് തന്ന നിർദ്ദേശങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. We are both working in this together to ensure that children are happy, content and able to learn. So we carry a bag, then the children will have their own boxes over the situation that they have been part of since March. So that's just an example of how different people learn in different ways. Rooms, we just have now the tables and chairs all set safely at 1.5 meter distance. സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലായിട്ട് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് പാരൻസിന് എല്ലാവിധ നിർദ്ദേശങ്ങളും അവർ തന്നിട്ടുണ്ടായിരുന്നു. മീറ്റിങ്ങുകളിലൂടെയും ഒക്കെ അവർ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാനായിട്ട് റെഡിയാക്കിയത്. ആദ്യം തന്നെ അവർ കുട്ടികളുടെ ഫുഡിൻ്റെ കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം കൂടെ എക്സ്ട്രാ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് വെള്ളം റീഫിൽ ചെയ്യുന്നൊരു സിസ്റ്റം അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 2 ബോട്ടിൽ വെള്ളം വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന ബാഗിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു. കാരണം ഏറ്റവും വളരെ ചെറിയൊരു ബാഗ് അല്ലെങ്കിൽ ഒരു കവർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് സ്പേസാണ് അവർ ക്ലാസ്സിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലപരിമിതി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നമ്മളോട് ചെറിയ ബാഗ് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സ് മറ്റ് ആക്സസറീസ് എല്ലാം തന്നെ ഫസ്റ്റ് ഡേ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അത് സ്കൂളിൽ അവർ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫുഡ് വാട്ടർ മാത്രം വെച്ച് കൊടുത്താൽ മതി. അതും വളരെ ചെറിയൊരു ബാഗിൽ കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ മാസ്കിൻ്റെ കാര്യം, ഫൗണ്ടേഷനിലെ LKG UKG കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമില്ല. 13 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നിർബന്ധമായും കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് സ്കൂളിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് മാസ്ക് നിർബന്ധമാണ്. അവർ മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറ്റുമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് നമ്മളോട്. ഇതാണ് സ്കോളാർ ഇൻ്റർനാഷണൽ അക്കാദമി ഷാർജ. ഇതാണ് മെയിൻ ഗേറ്റ്. നോർമലി ലാസ്റ്റ് ഇയർ വരെ ഈ ഒരു മെയിൻ ഗേറ്റിലൂടെയാണ് എല്ലാ സ്റ്റുഡൻസും സ്കൂളിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ സ്കൂളിൽ ടോട്ടൽ 4 ഗേറ്റാണുള്ളത്. അപ്പോൾ 4 ഗേറ്റിന് അവർ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്കൻഡറി സ്റ്റുഡൻസിന്, ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്, പ്രൈമറി സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞിട്ട്. ഇത് ഫൗണ്ടേഷൻ കുട്ടികൾക്ക് പോകാനുള്ള ഗേറ്റാണ്. സ്കൂൾ മെയിൻ ഗേറ്റിൽ നമ്മൾ ഒരു കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റിന് മാത്രമേ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ പാരൻസിൻ്റെ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് സ്കൂളിനകത്തേക്ക് കടക്കുമ്പോഴാണ് സ്റ്റുഡൻസിൻ്റെ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തെർമൽ സ്കാനർ തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫ്ലോറിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, വളരെ കാര്യമായിട്ട് അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് പോകാനും പുറത്തോട്ട് വരാനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വഴികൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പിന്നെ മുൻപോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ തെർമൽ സ്കാനർ വഴി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ്. ടെമ്പറേച്ചർ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു.
നോർമലി ലാസ്റ്റ് ഇയറൊക്കെ കുട്ടികൾ ഒരു ടേബിളിൽ 4-5 കുട്ടികളെ എത്തിയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വലിയ ക്ലാസ്സുകളിൽ. ഇപ്പോൾ ഓരോ കുട്ടിക്ക് ഓരോ ടേബിൾ എന്ന രീതിയിലാണ് അവർ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഓരോ ടേബിളിൽ ഓരോ കുട്ടിക്ക് ഓരോ ബോക്സും കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രോപ്പർട്ടീസ് വെക്കാനായിട്ട്. പിന്നെ ഫൗണ്ടേഷൻ അല്ലാത്ത കുട്ടികളെല്ലാം തന്നെ ഓൾ ടൈം മാസ്ക് ധരിക്കണം. ചെറിയ കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ സ്കൂളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അവർ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാൻഡ് സാനിറ്റൈസർ, ടിഷ്യൂസ്, എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാലും ബാത്റൂമിൽ ലിമിറ്റഡ് ആളുകൾക്ക് ഒരു സമയം കടക്കാൻ പറ്റുള്ളൂ. അവിടെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാ സൗകര്യങ്ങളും അവരവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലേക്ക് എൻട്രി ചെയ്യാണ്. ഫൗണ്ടേഷൻ്റെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിനെ തന്നെ മിഡിലിൽ ഒരു വോള് വെച്ചിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പകുതി കുട്ടികളെ ഒരു സൈഡിലും പകുതി കുട്ടികളെ ഒരു സൈഡിലുമാണ് ഇരുത്തുന്നത്. അത് കൂടുതൽ മിംഗ്ലിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വലിയ ടേബിളിൽ 4 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികളാണ് ഇരുത്തുന്നത്. ഓരോ അറ്റത്ത് കറക്റ്റ് ഡിസ്റ്റൻസിലാണ് ഇരുത്തുന്നത്. പിന്നെ ടേബിളിനടിയിൽ ഓരോ ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓരോ കുട്ടിയുടെയും ബുക്സ്, ബാക്കി പ്രോപ്പർട്ടീസൊക്കെ ആ ബോക്സിനകത്താണ് അവർ കീപ്പ് ചെയ്യുന്നത്. ടീച്ചേഴ്സൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ പറയുന്ന, മാനേജ്മെൻറ്റ് പറയുന്ന, മിനിസ്ട്രി പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു എക്സ്ട്രാ കെയർ കൂടെ നമ്മൾ കൊടുത്ത് 101% നമ്മളുടെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രദ്ധയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ സ്കൂൾ ഡേയ്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഫൗണ്ടേഷൻ കുട്ടികളുടെ സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് 12:30 വരെയാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഗേറ്റ് വഴിയാണ് കുട്ടികളെ എടുക്കാനായിട്ട് സ്കൂളിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് പാരൻസിനെ മാത്രമേ അകത്തേക്ക് കടത്തി വിടുള്ളൂ. ഈ സമയത്ത് ഇവിടെ പാരൻസിന് കൂട്ടം കൂടി ഒന്ന് സംസാരിക്കാനോ മിങ്കിൾ ചെയ്യാനൊന്നും പറ്റില്ല. അവർ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മൾ അകത്ത് പോയി കുട്ടികളെ പിക്ക് ചെയ്യണം. ഈ ഒരു കൊറോണ സമയത്ത് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ലേറ്റ് ആയിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കും അറിയില്ലായിരുന്നു സ്കൂളിൽ വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഒരുപാട് ടെൻഷനോടെയാണ് നമ്മളും കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ശ്രദ്ധിച്ച് ആ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചോദ്യം വരും, എനിക്കറിയാം. കാരണം ഈ ഒരു സമയത്ത് സ്കൂളിൽ കൊറോണ കേസസ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത്. ശരിയാണ്, 2-3 കേസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സ്കൂൾ മാനേജ്മെൻറ്റ് ഒരുപാട് കരുതലോടുകൂടെയാണ് മുൻപോട്ട് പോയത്. അതായത് ഏത് ക്ലാസ്സിലാണോ കേസ് കണ്ടെത്തിയത് ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും സ്റ്റാഫിനെയും ആ കുട്ടി സഞ്ചരിച്ച സ്കൂൾ ബസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അവർ 14 ദിവസത്തേക്ക് ക്വാറന്റൈൻ ചെയ്തു. 14 ദിവസത്തിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം അവർ വീണ്ടും സ്കൂളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. വളരെ കരുതലോടുകൂടിയാണ് ഓരോ നീക്കങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്പ്രെഡിങ് എന്നൊരു തലത്തിലേക്ക് ഒരു കേസും പോയിട്ടില്ലായിരുന്നു. വിൻ്റർ വെക്കേഷന് ശേഷം ചിലപ്പോൾ സ്കൂളുകളെല്ലാം പൂർണ്ണമായും തുറന്നേക്കാം. ആ സമയത്തും എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ തന്നെയാണ് സ്കൂളിലേക്ക് വിടണോ വേണ്ടയോ എന്ന്. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ കുട്ടികളെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരുപാട് ടെൻഷനോടെയാണ് വിട്ടതെങ്കിലും പിന്നീട് നമ്മൾ ഹാപ്പിയായി. 1 മാസം കൊടുത്ത ഓൺലൈൻ എഡ്യൂക്കേഷനേക്കാൾ എത്രയോ ഇരട്ടി റിസൾട്ടാണ് 2 ആഴ്ച സ്കൂളിലേക്ക് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുട്ടികളിൽ ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷനേക്കാളും എപ്പോഴും ബെറ്റർ ആയിട്ട് ലൈവായിട്ട് അവർ സ്കൂളിൽ പോയി പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്കൂളുകൾ തുറക്കുന്ന സമയം പാരൻസിന് എൻ്റെ ഈ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ മെയിൽ ചെയ്യുക. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന. During this COVID situation, we successfully completed term 1, which is exactly 2 months. Now it's winter break. Yay!